എൽ ക്ലാസിക്കോ. ഇന്ന് ഈ എൽ ക്ലാസിക്കോ ഒന്നും അധികമാരും മൈൻഡ് ചെയ്യാറില്ല. ബാഴ്സയുടെയും റയലിന്റെയും ഡൈഹാഡ് ഫാൻസ് മാത്രമേ ആ മത്സരങ്ങൾ ഇപ്പോൾ കാണാറുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്ത് ലോക ഫുട്ബോളിന്റെ കണ്ണും കാതും സ്പെയിനിലേക്ക് പറിച്ചു നട്ടിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും സാക്ഷാൽ ലയണൽ മെസ്സിയും നേർക്കുനേർ പോരടിച്ചിരുന്ന കാളപ്പോരിന്റെ നാട്ടിലെ കളിയെന്ന അംഗഭൂമിയുടെ പേരായിരുന്നു എൽ ക്ലാസിക്കോ. രണ്ടറ്റങ്ങളിലും നൈലോൺ വലകളാൽ തീർത്തൊരു കളിപ്രപഞ്ചത്തിന്റെ ആത്മാവ് മുഴുവൻ ഒരൊറ്റ മത്സരത്തിലേക്ക് പകുത്തുവെച്ച സ്പാനിഷ് വൈരത്തിന്റെ യുദ്ധഭൂമിയിൽ ക്രോസുകൾ പിഴക്കാത്ത ക്രൂസും മോഡ്രിച്ചും മധ്യനിരയടക്കി വാഴുന്ന ക്സാവിയും ഇനിയസ്റ്റയും കടുത്ത ടാക്കിളുകളുമായി കളം നിറയുന്ന കഠിന ഹൃദയനായ സെർജിയോ റാമോസും വടിവാളിന്റെ മൂർച്ചയുള്ള കണംകാലുകളുമായി കോട്ടകാക്കുന്ന പിക്വയും മഷരാനോയും കാൽപൂരിന്റെ സമരമുഖങ്ങളിലെ വിജയക്കുതിപ്പിന്റെ ദൂരങ്ങളെ ഓടിത്തോൽപ്പിച്ച നെയ്മറും സുവാരസും അപ്പുറത്ത് ബെൻസീമയും ബെയിലും പിന്നെ കാറ്റലൻ കോട്ടകളിലേക്ക് നാസയുടെ പേടകം പോലിടിച്ചു കയറിയ മെദീരിയുടെ രാജകുമാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും ക്യാൻവാസിൽ പടം വരക്കുന്ന ഒരു ചിത്രകാരന്റെ കലാസൃഷ്ടി പോലെ കണ്ണിമ വെട്ടിത്തുറക്കും മുമ്പ് കാലുകളിൽ നിന്ന് കാലുകളിലേക്ക് ഒഴുകും പന്തിന് ചരട് പൊട്ടാത്തൊരു മാല പോൽ കോർത്ത് നൈലോൺ വലകളിലേക്ക് മഴവില്ല് പോലെ വളച്ചിറക്കുന്ന റൊസാരിയോയിലെ ദൈവപുത്രൻ ലയണൽ മെസ്സിയും നേർക്കുനേർ പോരടിച്ചിരുന്ന എൽ ക്ലാസിക്കോയുടെ മനോഹര നിമിഷങ്ങളെ മിസ് ചെയ്യാത്തവരായി വർത്തമാന ഫുട്ബോളിൽ ആരും തന്നെ ഉണ്ടാവില്ല. പഴുതടച്ച പ്രതിരോധങ്ങൾക്ക് മുൻപിൽ പുതിയ ഗോൾ വഴികൾ ഉയരെടുക്കുന്ന തലച്ചുവറുള്ള കാലുകളുമായി ഗോൾ പോസ്റ്റുകളിലേക്ക് തലങ്ങും വിലങ്ങും മെസ്സിയും റോണോയും വില്ല് കുലയ്ക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിനി ഒരിക്കലും തിരിച്ചുവരില്ലെന്ന യാഥാർത്ഥ്യത്താൽ നീറുന്ന അനേകം ഫുട്ബോൾ പ്രേമികൾക്കു വേണ്ടി മനു മിൻഹാജ്.